ഹലോ ഗൈസ്, ആദ്യം തന്നെ എക്സ്ക്യൂസ് മൈ കൂറ ലുക്ക്. എനിക്കറിയില്ല എത്ര പേർക്ക് ഇതൊരു കൂറ ലുക്കായി തോന്നുന്നു, കാരണം ഞാൻ കുളിച്ചിങ്ങ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഇപ്പം ഞാൻ വീഡിയോ എടുത്തില്ലെങ്കിൽ ഭയങ്കര ലേറ്റ് ആവുന്നുള്ളത് കൊണ്ട് വളരെ സ്പീഡായിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണിത്. വൈ സ്പീഡ് എന്നൊരു ചോദ്യം ചോദിക്കുകയാണെങ്കിൽ, ഞാൻ റീസെൻ്റ്ലി ഒരു വീഡിയോ ഇട്ടിരുന്നു. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് എന്ന് വെച്ചാൽ കൊച്ചിയിൽ പെരുമ്പാവൂരുണ്ടായിരുന്ന ഒരു ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് എന്ന് പറയുന്ന കമ്പനിയിൽ തൊഴിലാളികൾ നേരിട്ട പ്രശ്നവുമായി ബന്ധപ്പെട്ടിട്ട്. അപ്പോൾ ആ വീഡിയോൻ്റെ താഴെ എനിക്ക് ഒരുപാട് കമൻറ്റുകൾ, ഒരുപാട് റെസ്പോൺസ് വന്നു. ആ കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരൊക്കെയാണ്. അതിൽ ഒരു 2-3 പേര് എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ പേഴ്സണലി മെസ്സേജ് അയച്ചു. എന്നിട്ട് പറഞ്ഞു, ചേച്ചി ഞങ്ങളുടെ കയ്യിൽ കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളുണ്ട്, അപ്പം ഞങ്ങൾക്ക് ഇത് സോഷ്യൽ മീഡിയയിൽ ഓപ്പൺ അപ്പായി പറയാൻ ഉള്ളൊരു സ്പേസോ അല്ലെങ്കിൽ ഒരു ധൈര്യമോ ഇല്ല, കാരണം കുറേ പെൺകുട്ടികളാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇതിൻ്റെ സത്യാവസ്ഥ എല്ലാവരോടും പറയണമെന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ ചേച്ചീനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫോട്ടോസും വീഡിയോസൊക്കെ ചേച്ചി എന്ത് ചെയ്യണം, ഈ സോഷ്യൽ മീഡിയ പ്രൊഫൈലിൽ കൂടെ ആൾക്കാരിൽ അറിയിക്കണം എന്ന് പറഞ്ഞു. സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ ഈ മെസ്സേജിന് റെസ്പോണ്ട് ചെയ്യുമ്പോഴും എനിക്കൊരു ഷ്യൂറിറ്റി ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ അത്യാവശ്യം ഒരു ഫെയിമിൽ നിൽക്കുന്ന ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളൊന്നുമല്ല. ഞാൻ സാധാരണ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളാണ്. വളരെ കുറച്ച് ആൾക്കാരെ എൻ്റെ വീഡിയോസ് കാണലുള്ളൂ, അല്ലെ എൻ്റെ വീഡിയോസ് കണ്ട് എനിക്കറിയില്ല. അപ്പം ഞാൻ ഇങ്ങനൊരു ഇത് വന്ന സമയത്തും ഞാൻ കൺഫ്യൂസ്ഡ് ആയിരുന്നു. സത്യമായിരിക്കുമോ നുണയായിരിക്കുമോ എന്താ നമുക്കറിയില്ലല്ലോ, സോഷ്യൽ മീഡിയൻ്റെ ഒരു സൈഡ്. പക്ഷേ എനിക്ക് മെസ്സേജ് അയച്ച ആള് എനിക്ക് അയച്ചു തന്ന ഫോട്ടോസും വീഡിയോസും പിന്നെ അതിൻ്റെ കൂടെ അവരുടെ കൂടെ വർക്ക് ചെയ്ത കോവർക്കേഴ്സിൻ്റെ കുറച്ച് റെക്കോർഡിങ്സും കണ്ട സമയത്ത് ഐ വാസ് ലിറ്ററലി ഷോക്ക്ഡ്. എന്ന് വെച്ചാൽ ലിറ്ററലി ഷോക്ക്ഡ്. അപ്പം ഞാൻ അവരോട് പറഞ്ഞു, ഡെഫിനറ്റ്ലി ഐ സ്പീക്ക് അബൌട്ട് ദിസ്. കാരണം ഈ ഫേമുമായി ബന്ധപ്പെട്ട് ന്യൂസ് ഇത്ര ഡിസ്കഷനിലോട്ട് വന്ന സമയത്ത് കുറേ ആൾക്കാർ പറഞ്ഞത്, അല്ലെങ്കിൽ ആ ന്യൂസിനെ തന്നെ വളച്ച് കെട്ടിയ രീതി എങ്ങനെയാന്ന് വെച്ചാൽ, ഒന്ന്, നന്നായി വർക്ക് ചെയ്യുന്ന ഒരു ഫേമാണിത്. അപ്പോൾ ആ ഫേമിനെ തകർക്കാൻ വേണ്ടി കുറേ ആൾക്കാർ ഇതിൻ്റെ പുറകെ നടക്കുകയാണ്, അല്ലെങ്കിൽ ഇത് വെറും ഉണ്ടാക്കിയ കഥകളാണ്, ഇതിൽ സത്യസന്ധമായി ഒന്നുമില്ല. അങ്ങനത്തെ രീതിയിൽ കുറേ ഗോസിപ്പുകളൊക്കെ പല സൈഡുകളിലും നടന്നിരുന്നു. കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, കാരണം ഇത്രയും കാലമായി രജിസ്ട്രേഷൻ ഇല്ലാത്ത ഈ ഒരു കമ്പനി വർക്ക് ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള എല്ലാ ഗവൺമെൻറ് മേഖലയിൽ നിന്നും ഇവർക്ക് സപ്പോർട്ടും കിട്ടിയിരുന്നു. അപ്പം ഞങ്ങൾ എത്രയൊക്കെ ഈ വിഷയത്തെ പറ്റി തുറന്ന് സംസാരിക്കുകയാണെങ്കിലും അല്ലെങ്കിൽ സ്പീക്കപ്പ് ചെയ്യുകയാണെങ്കിലും ഇതിന് വേണ്ട ഒരു തീരുമാനം എടുക്കുമോ എന്ന കാര്യത്തെക്കുറിച്ചൊന്നും അറിയില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം ഈ മെസ്സേജസും ഓഡിയോസൊക്കെ കേട്ട സമയത്താണ് ഞാൻ പറഞ്ഞത്, എനിക്ക് എന്തായാലും നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഫോട്ടോസും വീഡിയോസും അല്ലെ ഓഡിയോസൊക്കെ എനിക്ക് അയക്കുക, നമുക്ക് നോക്കാം. അപ്പം ആദ്യം തന്നെ ഞാൻ കുറച്ച് ഫോട്ടോസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യുന്ന ഫോട്ടോസിൽ ഞാൻ എല്ലാവരുടെ ഫേസും ബ്ലർ ചെയ്തിട്ടാണ് ഷെയർ ചെയ്യുന്നത്, കാരണം ഐ ഡോണ്ട് വോണ്ട് ടു ഷോ ദെയർ ഫേസ്, അതുകൊണ്ടാണ്. പക്ഷേ ഈ ഫോട്ടോസ് കണ്ടപ്പോൾ സത്യം പറയാം, ലിറ്ററലി ഐ ആം ബീങ് ഷോക്ക്ഡ് ഓഫ് ദിസ്. എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നതെന്നാണ്. ആദ്യത്തെ ഒരു ഫോട്ടോഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇവർ നമ്മളുടെ അടുത്ത് സെയിൽ ചെയ്യാൻ കൊണ്ടുവരുന്ന പാത്രം തലയിൽ വെച്ച് നിർത്തിയേക്കുകയാണ്. രണ്ടാമത്തെ ഒരു ഫോട്ടോയിൽ 2 കുപ്പി ഒരു ഇതിലാക്കി കെട്ടി തൂക്കിയിട്ടുണ്ട്. മൂന്നാമത്തെ ഒരു ഫോട്ടോയിൽ എല്ലാവരെ കൊണ്ടും പാത്രങ്ങൾ തലയിൽ വെച്ച് നിർത്തി ചുറ്റും ആൾക്കാർ നിന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. 2 കയ്യിൽ പാത്രം തൂക്കി പിടിപ്പിച്ചിട്ടുണ്ട്, ചാക്ക് ഇടിപ്പിച്ച് നിൽക്കുന്നുണ്ട്. ഇത് എന്ത് വേ ഓഫ് പണിഷ്മെന്റ് ആണെന്ന് എനിക്കറിയില്ല. എന്തായാലും ഇവരൊക്കെ സെല്ല് ചെയ്യുന്ന പ്രൊഡക്റ്റാണ് ഈ സംഭവം. അപ്പൊ സെല്ല് ചെയ്യാത്തതിനുള്ള പണിഷ്മെന്റ് ആയിരിക്കും. ഇതൊക്കെ എന്തെന്നാ ഇത്? ഓരോ ഫോട്ടോസും കണ്ട സമയത്ത് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം ദയനീയമായിട്ടാണ് ഇവരെടുത്തത് പെരുമാറിയത്. ഈ സെല്ല് ചെയ്യാൻ കൊടുത്ത പ്രൊഡക്റ്റ് മര്യാദയ്ക്ക് സെല്ല് ചെയ്യാണ്ട് തിരിച്ച് റിട്ടേൺ ആയിട്ട് ഇവിടെ എത്തുന്ന സമയത്ത് ഇവർക്ക് കൊടുക്കുന്ന പണിഷ്മെന്റ് ആണിത്. ഇതൊരു കൈൻഡ് ഓഫ് ഫിസിക്കലി, മെന്റലി അല്ലെങ്കിൽ ഇമോഷണലി ഇവരെ ടോർച്ചർ ചെയ്യുന്ന ഒരു സാധനം തന്നെയാണിത്. ഇതെന്തൊരു മെന്റാലിറ്റിയാണ് ഈ പെർട്ടിക്കുലർ ആൾക്ക് എന്ന് നമുക്ക് അറിയില്ല. ആൻഡ് ഇത് ക്യാരി ചെയ്യുന്ന ഒരു കാരിയറിന്റെ വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇവരെങ്ങനെയാ ഫീൽഡിലോട്ട് ഇറങ്ങുക. ഇത്രയും വലിയ 2 ബാഗ്, ഈ 2 ബാഗ് എന്തിനാന്നുള്ള ഞാൻ ചോദിച്ച സമയത്ത് എന്നോട് പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ടാർജറ്റ് തികയ്ക്കാൻ.
എന്ന് വെച്ചാൽ ഇവർക്ക് ഓരോ ദിവസവും ഒരു 4000 റുപ്പിക്കോ 3000 റുപ്പിക്കോ ഒക്കെ ടാർജറ്റ് ഉണ്ടാവും. പക്ഷേ ഇവരെ ബാഗിൽ ഉണ്ടാവുന്ന പ്രൊഡക്റ്റുകൾ ചിലപ്പോൾ ഒരു 500-ൻ്റെ ഒക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ 200-ൻ്റെ ഒക്കെ ആണെങ്കിൽ കുറച്ചധികം പ്രൊഡക്റ്റ് വേണ്ടി വരും. എല്ലാവരും എല്ലാം എടുക്കണം എന്നില്ല. ഇപ്പം ടാർജറ്റ് തേക്കണമെങ്കിൽ കുറച്ചധികം പ്രൊഡക്റ്റ് വേണം. ഈ രണ്ട് കയ്യിലും തൂക്കിയിട്ടാണ് ഈ ലോകം മുഴുവൻ ഇങ്ങനെ നടക്കുന്നത്. ഏകദേശം ഇത്ര ഫോട്ടോഗ്രാഫിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലായല്ലോ എന്തൊക്കെ രീതിയിലുള്ള ടോർച്ചറാണ് ഈ കുട്ടികൾ നേരിട്ടിട്ടുള്ളത്. അടുത്ത ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എനിക്ക് ഒരു കുട്ടി ഷെയർ ചെയ്തിട്ടുള്ള ഒരു ഓഡിയോ ആണ്. അപ്പം ഞാൻ ഓഡിയോ ജസ്റ്റ് ഒരു വീഡിയോ പോലെ ആക്കിയിട്ടാണ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. ആളുടെ പേരോ ഐഡൻറ്റിറ്റി കാര്യങ്ങളോ ഒന്നും ഞാൻ റിവീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ഏകദേശം ഒരു 3 മിനിറ്റ് 18 സെക്കൻഡിലൊരു ഓഡിയോ ആണ്. അപ്പം നമുക്ക് എല്ലാവർക്കും ആദ്യം ആ ഓഡിയോ കംപ്ലീറ്റ് കേട്ടിട്ട് വരാം, എന്നിട്ട് ബാക്കി കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. ഞാനൊക്കെ ഫീൽഡിൽ പോകുന്ന സമയത്ത് അങ്ങനെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് എന്താ വെച്ചാൽ ആദ്യമൊക്കെ ഒരാഴ്ച ഇവർ നമ്മൾ സ്റ്റിക്കാവാൻ വേണ്ടിയിട്ട് ഷവർമ്മയും ബിരിയാണിയും പഴംപൊരിയും ചായയൊക്കെ മേടിച്ച് നമ്മൾ പിടിച്ച് നിർത്തിക്കും. എന്നിട്ട് ഒരുപാട് ഓഞ്ഞ വർത്താനം പറയും. നിനക്ക് ഇതിനേക്കാളും നിനക്ക് ചെറിയ വയസ്സാണ്, ഞാൻ 18 വയസ്സിലാണ് പോയത്, 18 വയസ്സ് കഴിഞ്ഞിട്ട് നിനക്ക് ഇതിനേക്കാൾ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇല്ല, ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ നീ മാനേജർ ആയത്, നിന്റെ ഫാമിലിക്കൊക്കെ വലുതാ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് അവിടെ പിടിച്ച് നിർത്തിക്കുന്നത്. തിരിച്ചു പോവാൻ പോലും ഇല്ലാത്ത ഗതികേട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഫീൽഡിലൊക്കെ പോയിട്ട് റിസൾട്ട് ഇല്ല എന്ന് പറഞ്ഞായില്ലേ, വർക്ക് ചെയ്യാൻ പറ്റണില്ല, വയ്യ എന്നും പറഞ്ഞ അതൊന്നും അവർക്ക് അറിയണ്ട. അവർക്ക് ഇന്ന് പറഞ്ഞ ടാർഗറ്റ് ഇപ്പൊ 4000 ആണോ, 4000 ഇല്ലാണ്ട് ഓഫീസിൽ കയറാൻ പറ്റൂല. അതാണ് കേറിയിട്ടുണ്ടെങ്കിലില്ലേ പിന്നെ പറയണ്ട, അവിടെ തീർന്ന്. തള്ളക്ക് വിളിക്കലും തന്തക്ക് വിളിക്കലും ചകിടത്ത് അടിക്കലും ചള്ളടിക്കലും ഇതൊക്കെ ആയിരുന്നു. തെറിയോക്ക് തെറി പിന്നെ പറയണ്ട. പണിഷ്മെന്റോട് പണിഷ്മെന്റ്, ഒറ്റക്കാല് നിർത്തിക്കല്, കസാലിൽ നിന്നിട്ട് ഒറ്റക്കാല് നിർത്തിക്കുക, ജൂനിയർ ട്രെയിനീസിന്റെ മുമ്പിൽ പോയിട്ട് മാപ്പ് പറയിക്കുക, അവരോട് പറയാ, അവരെ മുമ്പിൽ പോയിട്ട് മുട്ടുകുത്തി അവരോട് മാപ്പ് അറിയിക്കുക, അവരോട് പറയാം എനിക്ക് കഴിവില്ല, ഞാൻ വളർന്നിട്ടില്ല, അങ്ങനെയൊക്കെ പറയിക്കുക. എന്നിട്ട് തവളച്ചാട്ടം ജെൻസിന്റെ ഒക്കെ മുമ്പിൽ വെച്ചിട്ട് ലേഡീസായ എന്നെ തവളച്ചാട്ടം ചാടിപ്പിച്ചിട്ടുണ്ട്, മുട്ടുകുത്തി നിർത്തിച്ചിട്ടുണ്ട്, ഏത്തൊടിയിപ്പിച്ചിട്ടുണ്ട്, എരിയുന്ന മുളകൊക്കെ കഴിപ്പിച്ചിട്ടുണ്ട്, കയ്പക്ക അതൊക്കെ ഒരുപാട് സാധനങ്ങൾ കഴിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ അവർക്ക് അറിയണ്ട. എന്ത് വന്നാലും പീരീഡ്സ് ആയ സമയത്ത് പോലും ഇവർ ഒരുപാട് വേദന തന്നിട്ടുണ്ട്. റിസൾട്ട് ഇല്ലാണ്ട് ഓഫീസിൽ കയറാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഒരു പെണ്ണായി എന്നെ ഒരുപാട് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. സമാധാനത്തിൽ കിടന്നുറങ്ങാൻ വിടൂല, ഭീഷണിയോട് ഭീഷണി. വീട്ടിൽ പോവാണെങ്കിലോ അതും വിടിയില്ല. വീട്ടിൽ പോവാണെങ്കിൽ അങ്ങനെ പറയും, നീ എന്താ ഉണ്ടാക്കിയ, നിനക്ക് തോന്നുന്ന സമയത്ത് പറഞ്ഞാൽ കയറിപ്പോവാൻ നിന്റെ തന്തന്റെ വീടല്ലല്ലോ, ഇങ്ങനെയൊക്കെ പറയും. ഭീഷണി അങ്ങനത്തെ ഭീഷണി. ഇവർക്ക് റിസൾട്ട് വേണം. നമ്മൾ ഏത് അവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് അവർക്ക് അറിയണ്ട. വീട്ടുകാരെ വിളിക്കുക, അത് സേവിങ്സ് ചോദിച്ചിട്ട് വീട്ടുകാർ വിളിക്കണം, ഫോൺ എടുക്കില്ല. അത് വീട്ടുകാർ വിളിച്ച് നിന്റെ വീട്ടുകാരോട് മിണ്ടാണ്ടിരിക്കാൻ പറ. ഇങ്ങനെ ഒരുപാട് വർത്താനമൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതും കൂടാതല്ല, നമ്മളിപ്പോൾ ആണെങ്കിൽ അവിടെയുള്ള ട്രെയിൻസോട് സംസാരിക്കാൻ പോലും അങ്ങനെ സമ്മതിക്കില്ല. എന്താ നെഗറ്റീവ്സം പറയും എന്നൊക്കെ പറഞ്ഞിട്ട്. ജെൻസിന്റെ ഒക്കെ മുമ്പിൽ വെച്ചിട്ട് അവളച്ചാട്ടം ഇടിപ്പിക്കുക. എൻ്റെ കുത്തി ഇരുന്നിട്ട് കാലിൻ്റെ ഇടയിലേക്ക് കൂടി ചെവി പിടിച്ചിട്ടാണ് ഏത്തടിപ്പിക്കാറ്. പിന്നെ പോരാത്തതിന് ചാക്കിട്ട് നിർത്തുക, എന്നിട്ട് എന്താക്കുക, അവരൊക്കെ പറയണ മിണ്ടാണ്ടിരുന്ന് കേൾക്കുക, ഒന്നും പറയാനില്ല. അന്ന് ആരും നോക്കിയില്ല, പെണ്ണും നോക്കിയില്ല, ഒരാണും നോക്കിയില്ല. ഇങ്ങനെ എന്തൊക്കെയോ പറയാ അവർക്ക് തോന്നിയ. എന്നിട്ട് ചോദിക്കുമ്പോൾ പറയും ഇതൊക്കെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ്, നിങ്ങളെ ആറ്റിറ്റ്യൂഡൊക്കെ സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് എന്താ, നിങ്ങൾ ലൈഫിൽ എന്തും വന്നാൽ നിങ്ങൾക്ക് ഇതാക്കാം. നമുക്ക് ഒരു ഫിസിക്കൽ ഇഷ്യൂ പോലും വന്നാൽ ലീവ് ചോദിച്ചാൽ പോലും അവർ പറയും ഇങ്ങനെ ലീവ് എടുത്തിരുന്നാൽ ശരിയാവില്ല, നിങ്ങൾക്ക് മാനേജറൊക്കെ ആവണ്ട, നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ നിന്റെ ട്രെയിനീസൊക്കെ വന്നാൽ നിങ്ങൾക്ക് പറയണം. ഞാനൊക്കെ ഫീൽഡിൽ നിന്നിട്ട് ഇങ്ങനെ ഒരുപാട് എന്തായിട്ട് ഞാൻ ഫീൽഡിൽ പോയിട്ടുണ്ട്. ഇങ്ങനെ ഏതൊരു ജോലിയിലും നമ്മളിങ്ങനെ നിലനിർത്തണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ ആ ജോലിയിൽ ആദ്യത്തെ ഇപ്പോൾ ഒരാഴ്ച 2 ആഴ്ചയിലൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രശ്നം തോന്നിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങിപ്പോവും. പക്ഷെ ആദ്യത്തെ ഒരു 2-3 വീക്ക് ഇവരെ ഈ ജോലിയിലോട്ട് കൺവിൻസ് ചെയ്യുന്ന രീതിയിലുള്ള സ്വഭാവമായിരുന്നു കാണിച്ചത്. അതാണ് ആ കുട്ടി സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞത്. എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങി തന്നിട്ട് ഈ ജോലി അടിപൊളിയാണ്, ഇവിടെ നിന്നോ, പിന്നെ കുറേ കാര്യങ്ങളൊക്കെ പറയും. ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും പറയുന്ന മാനേജറാക്കുക. എന്തിനാണ് ഒരു ഫേമിൽ ഇത്രമാത്രം മാനേജർ? ഒരു മാനേജർ എന്ന് പറയുന്ന ഒരു ടാഗ് ലൈൻ കിട്ടിയ എന്തോ വലിയ സംഭവമായി എന്ന് തോന്നുന്നതാണോ ഈ സമൂഹം? എനിക്കറിയില്ലേ. മാനേജറാക്കാന്നാ പറഞ്ഞത്. എന്നിട്ട് ഈ കമ്പനിയിൽ എത്ര മാനേജറാണ് ഇപ്പൊ ഉള്ളത്? വീട്ടുകാരെ വിളിക്കുക, അടിക്കുക. ഇപ്പൊ എന്തൊരു വയലൻസ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പൊ 4000 രൂപയുടെ ടാർജറ്റ് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം ഈ ലോകത്തുള്ള എല്ലാവരും ഈ സാധനങ്ങൾ വാങ്ങാൻ നിൽക്കുകയല്ല. സത്യസന്ധമായി പറഞ്ഞാൽ നമുക്ക് ഈ മീഷോ എന്ന് പറഞ്ഞ ഒരു പ്ലാറ്റ്ഫോം വന്നതിന് ശേഷം
ഫ്ലിപ്കാർട്ട് ആമസോൺ വരെ മേലോട്ട് നോക്കിക്കുക. കാരണം വളരെ ചുരുക്കം പൈസയ്ക്ക് നല്ല പ്രൊഡക്ട്സുകൾ കിട്ടുന്ന ഒരു ആപ്പാണ് മീഷോ. അപ്പോൾ നമ്മൾ ഈ ബയേഴ്സ് ഇപ്പോൾ 199 മേള, 195 മേള, നിങ്ങൾക്ക് അറിയില്ല, വയനാട്ടുകാർക്ക് അറിയാം. ഇങ്ങനത്തെ മേളകളിലൊക്കെ നമുക്ക് ഈ പാത്രങ്ങളും അതും ഇതൊക്കെ നല്ല ചെറിയ റീസണബിൾ റേറ്റിൽ നമുക്ക് എന്ത് ചെയ്യും, കിട്ടും. അപ്പം ഇങ്ങനത്തെ റേറ്റിൽ നമുക്ക് സാധനങ്ങൾ കിട്ടുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഇങ്ങനത്തെ ആൾക്കാർ 529, 650 എന്ന് പറഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ വാങ്ങാനുള്ള ഒരു ചാൻസും ഇല്ല. ഇപ്പം ഈ 4000 രൂപ ടാർജറ്റ് എന്ന് പറയുന്നത് അവർക്ക് എത്ര ഈസിലി അച്ചീവ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പം എനിക്ക് ഉറപ്പാണ്, അല്ലെങ്കിൽ ഞാൻ കണ്ടത് വെച്ചിട്ട് വൈകുന്നേരം എത്രയോ കുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, അയ്യോ ഇത് ആയിട്ടില്ല ചേച്ചി, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ എന്നോട് സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ എളുപ്പത്തിൽ അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമല്ല. എന്തായാലും ഒരുപാട് പേർക്ക് ഈ അച്ചീവ് ചെയ്യാണ്ട് കയറേണ്ടി വന്നിട്ടുണ്ടാവും. കയറിയാൽ അവർ അനുഭവിക്കുന്ന കാര്യത്തിൻ്റെ ലിസ്റ്റാണ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. തെറിവിളി, മുഖത്തിട്ട് അടി, വെറൈറ്റി രീതിയിലുള്ള ഓരോ പണിഷ്മെൻറ്റ്. ജൂനിയർ ട്രെയിനീസിന് മുമ്പ് പോയിട്ട് എനിക്ക് കഴിവില്ല എന്ന് പറയും. എന്ത് കഴിവില്ല? എവിടെ കഴിവില്ല? ഇതൊരു പേഴ്സണലി ഒരാളെ ഇൻസൾട്ട് ചെയ്യല്ലേ, ഹറാസ് ചെയ്യല്ലേ. എല്ലാ മനുഷ്യനും എന്തൊക്കെ നഷ്ടപ്പെട്ടാലും അവൻ്റെ അഭിമാനം നഷ്ടപ്പെടാൻ ഒരാളും ആഗ്രഹിക്കില്ല. ആ അഭിമാനം കെടുത്തുന്ന രീതിയിൽ അവരെ കൊണ്ട് പെരുമാറുമ്പം അവരിലുണ്ടാവുന്ന ഒരു ഇമോഷണൽ ആയിട്ടുണ്ടാവുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, വൈകാരിക തലത്തിൽ അവർക്ക് ഉണ്ടാകുന്ന പ്രശ്നത്തെ കുറിച്ചിട്ട് ആലോചിച്ചിട്ടുണ്ടോ? ഇതൊക്കെ ചെയ്താൽ എന്താ കിട്ടുക? നമ്മളെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുമാർക്ക് നല്ലൊരു വർക്കിംഗ് സിറ്റുവേഷനും വേണ്ട മെൻ്റൽ സപ്പോർട്ടും കൊടുത്താൽ മാത്രമേ നല്ല രീതിയിൽ തൊഴിൽ ചെയ്യാൻ അവർക്ക് പറ്റൂ, ചെയ്യാൻ അവരെ കൊണ്ട് തോന്നും. ഈ പ്രഷറും ഉപദ്രവവും പണിഷ്മെൻറ്റും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല, നിങ്ങളെ കമ്പനിക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടില്ല എന്നുള്ളത് 100% ഷുവറാണ്. ഇപ്പം ഞാൻ എൻ്റെ ഫേമിൽ വർക്ക് ചെയ്യുന്നതാണ്. എൻ്റെ കീഴിൽ എൻ്റെ മുകളിൽ സാറുണ്ട്. അപ്പം ഞാൻ ജോലിക്ക് വരുന്ന സമയത്ത് നല്ല രീതിയിൽ അമ്മിയെ ഹായ് എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ വളരെ പീസ്ഫുള്ളായി, എനിക്ക് നല്ല അടിപൊളിയായിട്ട് പോയിട്ട് എൻ്റെ പേഷ്യൻസിനോട് സംസാരിക്കാനും ക്ലാസ് എടുക്കാനും കൗൺസിലിംഗ് ചെയ്യാനും ഒക്കെ എന്നെ കൊണ്ട് സാധിക്കും. അന്നേരം രാവിലെ എന്തെങ്കിലും ഒരു ചീത്ത കേട്ടിട്ടാണ് ഞാൻ പോകുന്നതെങ്കിൽ അന്നത്തെ ദിവസം എൻ്റെ മൈൻഡ് ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിരിക്കും. എൻ്റെ ഒരു 100% എൻ്റെ ജോലിയിൽ എനിക്ക് കൊടുക്കാൻ പറ്റണം എന്നില്ല. അപ്പോൾ നിങ്ങൾ വിചാരം എന്തെങ്കിലും ഈ പണിഷ്മെൻറ്റും ചീത്തയും ഇൻസൾട്ടും ഒക്കെ കാണിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കര റിസൾട്ട് കിട്ടുന്ന, എവിടെ കിട്ടാനാ? എന്നിട്ട് എന്ത് റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത്? ഈ കിട്ടിയതിൻ്റെയൊക്കെ എല്ലാം ഒരു ദിവസം കൊണ്ട് തീർന്നില്ലേ? ന്യൂസിൽ വന്നു, മീഡിയയിൽ വന്നു, എല്ലാവരും അറിഞ്ഞു, ചർച്ചയായി, ഡിസ്കഷനായി, ഒരുപാട് പേര് ഇതിനെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടൊക്കെ എന്താ കിട്ടി എനിക്ക് അറിയില്ല. എനിക്ക് തവളച്ചാട്ടം, മുട്ടുകുത്തി നിർത്തുക, കസാരേൻ്റെ മുകളിൽ നിർത്തുക, മുളക് കഴിപ്പിക്കുക, ഇതെന്താ സാധനം? ഇത് പണിഷ്മെൻ്റ് അല്ല. ഇതിനാരെങ്കിലും പണിഷ്മെൻ്റ് എന്ന് പറയുമോ? ഈ സസ്പെൻഷൻ അല്ലെങ്കിൽ ഡിസ്മിസൽ അല്ലെങ്കിൽ എന്താ പറയുക, ഇത് പണിഷ്മെൻ്റ് ആണ്. ഇതൊരു കൈൻഡ് ഓഫ് നാർസിസ്റ്റിക് സ്വഭാവമല്ലേ? എനിക്കിത് പണിഷ്മെൻ്റ് ആയിട്ടല്ല എനിക്ക് തോന്നുന്നത്. ഒന്നെങ്കിൽ എന്താ പറയുക, മന്ദബുദ്ധിത്തരം, അല്ലെങ്കിൽ വാട്ട് ക്യാൻ ഐ ഡിഫൈൻ? ഈ വീഡിയോ കാണുന്ന നിങ്ങളൊന്ന് പറയും, ഇതെന്ത് പണിഷ്മെൻറ്റാ? വളരെ അബ്യൂസീവ് ആയിട്ടുള്ള, എക്സ്ട്രീം ആയിട്ടുള്ള ഒരു സൈക്കോസിസ് അല്ലെങ്കിൽ സൈക്കാട്രി അല്ലെങ്കിൽ എന്തോ മനോവിഭ്രാന്തിയുള്ള ആൾക്കാരുടെ ഒരു ഫേമിൽ എത്തിപ്പെട്ട ഒരു കുട്ടിയാണത്. കാരണം എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല മര്യാദയ്ക്ക് ജോലി ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ അടുത്ത് ഇത്ര ദയനീയമായി പെരുമാറുന്നു. ആ കുട്ടിയൊക്കെ പറഞ്ഞു നോക്കൂ, 18 വയസ്സിൽ ജോലിക്ക് കയറുക, ഒരു പുരുഷൻ്റെ മുമ്പിൽ വെച്ചിട്ട് തവളച്ചാട്ടം ചെയ്യിക്കുക എന്നൊക്കെ പറയുന്ന സമയത്ത് അവൾ അനുഭവിക്കുന്ന ഒരു ഡിസ്കംഫോർട്ട് നിങ്ങൾ ആലോചിച്ചു നോക്കും. ഒരു 18 വയസ്സുള്ള പെൺകുട്ടി, എന്നിട്ടും അവൾ ആ ജോലിയിൽ പിടിച്ചു നിന്നിട്ടുണ്ടെങ്കിൽ അവളുടെ സാഹചര്യമാണ്. ആ സാഹചര്യം മുതലെടുത്തുകൊണ്ടിട്ടാണ് ഈ കൈൻഡ് ഓഫ് ആൾക്കാർ ഇവരെങ്ങനെ ചെയ്യുന്നത്. ജോലിയിലോട്ട് കയറ്റുന്ന സമയത്ത് ഇവരെങ്ങനെ ഷുഗർ കെയിൻ പോലെ കൊണ്ടുവന്നിട്ട് പിന്നെ മുളകും കൈപ്പേക്കയിലോട്ട് എത്തിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ മൈൻഡ് ഒന്ന് ആലോചിച്ച് നോക്കുക. ദേ ആർ നോട്ട് ഹ്യൂമൻ ബീങ്. ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനടുത്ത് പെരുമാറാൻ പറ്റുന്നുണ്ട്. ദേ ആർ നോട്ട് ഹ്യൂമൻ ബീങ്. മനുഷ്യന്മാർക്ക് ഇത് പെരുമാറാൻ പറ്റില്ല, മനുഷ്യത്വമുള്ള ഒരാൾക്ക് ഇത് പെരുമാറാൻ പറ്റില്ല. ഇതിലും എത്രയോ നല്ലതാണ് ചേട്ടാ ജോലി കൊടുക്കാണ്ടിരിക്കുന്നത്. തൊഴിലുറപ്പിന് പോയാൽ സമാധാനം കിട്ടും. സത്യസന്ധമായി പറയുക, എന്തിനാ വെറുതെ നിങ്ങളിങ്ങനെ ഒരു ഫേം തുറന്നിട്ട് ഇത്രയും പേരും അധ്വാനിച്ച് കിട്ടിയിട്ടുള്ള ആ പൈസ കൊണ്ട് എന്ത് ഗുണം ഉണ്ടായിട്ടുള്ളത്? ഇതൊക്കെ മനസ്സിലാവായിട്ടല്ല. അരിയാഹാരം തിന്നുന്ന ആൾക്കാർക്ക് അറിയാം ഇത് ആറ്റിറ്റ്യൂഡ് ബിൽഡപ്പ് ചെയ്യാനുള്ള സാധനമാണോ, ഇത് ട്രെയിനിങ് ആണോ എന്നുള്ളത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാളുടെ അവസ്ഥയെ അറിഞ്ഞുകൊണ്ട് എന്താ പറയുക, മൃഗത്തിന് തുല്യമായിട്ടുള്ള പെരുമാറ്റം തന്നെയാണ് ഈ കമ്പനി കാണിച്ചിട്ടുള്ളത്.
അപ്പം എന്തായാലും ലീഗലി ഇതിന് നിങ്ങൾ ഫോട്ട് ചെയ്യണം. നിങ്ങളിപ്പോൾ എനിക്ക് ഈ അയച്ചു തന്ന തെളിവും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കോർട്ടിൽ പോയി സബ്മിറ്റ് ചെയ്യണം. നിങ്ങളുടെ അടുത്തുള്ള പോലീസുകാർക്ക് കൊടുക്കണം. വനിതാ കമ്മീഷനിൽ പോയി സബ്മിറ്റ് ചെയ്യണം. എനിക്ക് തന്നിട്ടുള്ള വീഡിയോസൊക്കെ വനിതകളുടെയാണ്. എംപ്ലോയ്മെൻറ്റ് സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീം, അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ആക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ നിങ്ങൾക്ക് പോയിട്ട് ഈ ഡീറ്റെയിൽസും പ്രൂഫ്സൊക്കെ സബ്മിറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും ഈ ഒരു അനീതിക്കെതിരെ ഫൈറ്റ് ചെയ്തേ പറ്റൂ. കാരണം ഇത്രത്തോളം നമ്മളുടെ അടുത്ത് ചെയ്തിട്ട് ഈ കമ്പനി ഇത്രത്തോളം ഫ്ലറിഷായി ഡെവലപ്പ് ചെയ്ത് അതിൽ പൈസ ഉണ്ടാക്കിയിട്ട് എന്ത് ഗെയിൻ ചെയ്തു നമുക്കറിയില്ലല്ലോ. ചെയ്താലും ചെയ്തില്ലെങ്കിലും ശരി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും what you need to do is fight against this. Okay? So guys, stay tuned for the next video. Thank you. Tata.